അതൊക്കെ വിമർശനങ്ങൾ ആ സമയമല്ലേ. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റി നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മറക്കൂ. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. മുന്നോട്ടും ചിന്തിക്കേണ്ട, ഈ പ്രസൻറ്റിൽ ചിന്തിക്കാം. ഇപ്പം നാളെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ലെന്ന്, പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം. എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23rd ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ, അവിടെ ആ ഡയസിൽ പോയിട്ട്. ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5ൽ കൂടുതൽ, 7-8 പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം. എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, എന്താ പറയുന്നത്, ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്.